Hi students, Kerala University 4-year UG program FIUGP Mathematics DSE 10 സബ്ജക്റ്റുകളുണ്ട്. അതിനകത്ത് DSE 102 ഡിഫറൻസിയേഷൻ സീക്വൻസ് ആൻഡ് സീരീസ്, DSE 103 ഡിഫറൻസിയേഷൻ ആൻഡ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, DSE 104 ഡിഫറൻസിയേഷൻ ആൻഡ് തിയറി ഓഫ് നമ്പേഴ്സ്, DSE 105 ഡിഫറൻസിയേഷൻ ആൻഡ് കോംപ്ലക്സ് അനാലിസിസ്. ഈ 4 DSE പേപ്പറിൻ്റെ ആദ്യത്തെ 2 മോഡ്യൂള് സെയിം ആണ്. ആ ഭാഗമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഡിഫറൻസിയേഷൻ എന്ന ഭാഗമാണ്. അപ്പോൾ ഈ 4 പേപ്പറിന് കോമൺ ആയിട്ടുള്ളതാണ്. മിക്ക കോളേജിലും DSE മൈനറായിട്ട് ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ വരികയാണല്ലോ, ഒരു റിവിഷൻ വീഡിയോ പോലെ, മൊത്തത്തിൽ ഇലാബറേറ്റ് ചെയ്ത് പറയുകയല്ല, ഒരു റിവിഷൻ വീഡിയോ, എക്സാമിന് മുമ്പുള്ള റിവിഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് അല്ലെങ്കിൽ കാൽക്കുലസിനകത്ത് 2 പ്രോബ്ലമാണ് മെയിനായിട്ടുള്ളത്. ടാൻജൻ ലൈൻ പ്രോബ്ലവും ഏരിയ പ്രോബ്ലം. അതിൽ ടാൻജൻ ലൈൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു ഫംഗ്ഷനും ഒരു പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാണ് ടാൻജൻറ്റ് ലൈൻ പ്രോബ്ലം. ഏരിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷൻ എഫ് തന്നു, അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലുള്ള അതിനും ആ ഫംഗ്ഷനും ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ടാൻജൻ ലൈൻ പ്രോബ്ലത്തിൻ്റെ സ്റ്റഡിയാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഏരിയ പ്രോബ്ലത്തിൻ്റെ സ്റ്റഡിയാണ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. ഓക്കെ, ഇനി ഒരു കർവിൻ്റെ 2 പോയിൻ്റ് പിയും ക്യൂ അത് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ സീക്കൻഡ് ലൈന് എന്ന് വിളിക്കുന്നത്. ആ സീക്കൻഡ് ലൈനിൻ്റെ ലിമിറ്റിനെയാണ് ടാൻജൻറ്റ് ലൈന് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ പിയും ക്യൂ ഉണ്ട്. ഈ ക്യൂ പിയുടെ അടുത്തോട്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ ക്യൂ ഇവിടെ ആണെങ്കിൽ പി ക്യൂ എന്ന് പറഞ്ഞ ലൈൻ ഇതാവും. അങ്ങനെ ക്യൂ അടുത്തടുത്ത് പി തന്നെ ആവുകയാണെങ്കിൽ ആ ലൈനാണ് യഥാർത്ഥത്തിൽ ടാൻജൻറ്റ് ലൈൻ. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ടാൻജൻറ്റ് ലൈൻ ടു ദ പരാബോള y = x² അറ്റ് ദ പോയിന്റ് 1, 1. അപ്പോൾ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ലൈൻ പഠിച്ചു വെച്ചോണം. y - y0 = m tan × x - x0. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ y = x² എന്ന് പറഞ്ഞാൽ പരാബോളയാണ്. ഓക്കെ, അപ്പോൾ എം സിക്ക് കണ്ടുപിടിക്കാൻ, അപ്പോൾ നമ്മൾ 2 കർവ് 2 പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. y2 - y1 x2 - x1 ആണ്. അപ്പോൾ ഇവിടെ 1, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, പിന്നെ കർവിനകത്തെ ഒരു പോയിന്റ് ആർബിട്രറി ആയിട്ട് നമ്മൾ എക്സിന് എക്സ് എന്നും y എന്ന് വെച്ചാൽ x² അല്ലേ, അപ്പോൾ x² എന്ന് പറഞ്ഞ പോയിന്റും 1, 1 എന്ന് പറഞ്ഞ പോയിന്റും അത് നമ്മൾ x1 y1 x2 y2 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക? ഇക്വേഷൻ എന്തുവാ? y2 - y1 x2 - x1, അതായത് x² - 1 x - 1. അവിടെ ന്യൂമറേറ്റർ x² - 1 എന്ന് വെച്ചാൽ x+1 × x - 1 ആണ്. ഡിനോമിനേറ്ററിലെ x - 1 ന്യൂമറേറ്ററിലെ x - 1 കൂടെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി x+1 എന്ന് കിട്ടും. അതാണ് നമ്മുടെ എം സിക്ക്. ഇനി എം ടാൻ എന്ന് വെച്ചാൽ എന്തോ എം സിക്കിൻ്റെ ലിമിറ്റാണ്. അപ്പോൾ ലിമിറ്റ് x → 1 എം സിക്ക്. അപ്പോൾ എന്ത് എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 + 1 2 എന്ന് കിട്ടും. ഇത് നമ്മുടെ മെയിൻ ഇക്വേഷനകത്ത് x0 1 ആണ്, y0 1 ആണ്, നമ്മുടെ എം ടാൻ 2 ആണ്, അതിട്ട് കൊടുക്കുമ്പോൾ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ലിമിറ്റാണ് ലിമിറ്റ് x → 0 sin x/xൻ്റെ ആൻസർ 1 ആണ്. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ലിമിറ്റ് x → a f(x), ലിമിറ്റ് x → a - f(x), ലിമിറ്റ് x → a + f(x), ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ മോഡക്സിൻ്റെ കാര്യം അവിടെ പഠിക്കുന്നുണ്ട്. mod x/x, ലിമിറ്റ് x → 0 mod x/x അത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. കാരണം അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് വെച്ചാൽ mod x എന്ന് വെച്ചാൽ -x അല്ലേ, നെഗറ്റീവ് നമ്പർ വെക്കുമ്പോൾ -x/x എന്തുവാ -1. അപ്പം ഒരു ലിമിറ്റ് -1 കിട്ടും, മറ്റേ ലിമിറ്റ് എന്തുവാ
+1 കിട്ടും. അതായത് ലെഫ്റ്റ് ലിമിറ്റ് ആണ് -1, ഇവിടെ നേരെ തിരിച്ചെഴുതിയേക്കുന്നത്. ലെഫ്റ്റ് ലിമിറ്റ് -1ഉം റൈറ്റ് ലിമിറ്റ് +1ഉം ആണ്. ഇപ്പോൾ രണ്ട് ലിമിറ്റും ഡിഫറൻ്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ലിമിറ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അതെല്ലാം ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ സി എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടിന്യൂസ് ആകണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? ആ ഫംഗ്ഷൻ എഫ് ഓഫ് സിയിൽ ഡിഫൈൻഡ് ആയിരിക്കണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, ഈ 2 കാര്യങ്ങൾ ഈക്വൽ ആണ്. ഓക്കെ, അവിടെ ഡിസ്കണ്ടിന്യൂസ് പല ടൈപ്പ് ഉണ്ട്. ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, റിമൂവൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലംസും ഉണ്ട്, അതും നിങ്ങൾ പഠിക്കണം. എഫ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ്, എയിൽ റൈറ്റ് കണ്ടിന്യൂസും ബിയിൽ ലെഫ്റ്റ് കണ്ടിന്യൂസും ആണെങ്കിൽ നമ്മൾ പറയും ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന്. എല്ലാ പോളിനോമിലും കണ്ടിന്യൂസ് ആണ്. മോഡക്സ് കണ്ടിന്യൂസ് എവരിവെയർ ആണ്, പക്ഷെ മോഡക്സ് ഡിഫറൻഷ്യബിൾ അല്ല കേട്ടോ. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഉണ്ട്. ഇഫ് എഫ് ഓഫ് എക്സ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ എ ബി and k is any number between f of a and f of b, then there is at least one number x in ab such that f of x is equal to k. ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എയ്ക്കും എഫ് ഓഫ് ബിക്കും ഇടയ്ക്ക് ഒരു വാല്യൂ കെ എങ്കിൽ നമുക്ക് എ ബിക്ക് ഇടയ്ക്ക് ഒരു എക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും സച്ച് ദാറ്റ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആണ് ആ കെ. ഓക്കെ, നമ്മൾ ടാൻജൻ ലൈനിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു. ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഉണ്ട്. ആവറേജ് വെലോസിറ്റി വി എന്ന് വെച്ചാൽ എഫ് ഓഫ് ടി നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ടി നോട്ട് ബൈ എച്ചും, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ചാൽ വി ഇൻസ്റ്റ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് ടി നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ടി നോട്ട് ബൈ എച്ച്. അതായത് ഈ വി ആവറേജിൻ്റെ ഇക്വേഷൻ്റെ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കേട്ടോ. ഇനി ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും. ഇഫ് y ഈക്വൽ എഫ് ഓഫ് എക്സ് ദെൻ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓവർ എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ എക്സ് വൺ മൈനസ് എക്സ് നോട്ടാണ്. അതിന് ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് വരുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. Let y equal x square plus 1. Find average rate of change of y with respect to x over interval 3, 5. Find the instantaneous rate of change with respect to x at x equal -4. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആവറേജ് റേറ്റ് ആണ്. അവിടെ എക്സ് നോട്ട് 3 എന്നും എക്സ് വൺ 5 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് വെച്ചാൽ എഫ് ഓഫ് 3, അതായത് 3 സ്ക്വയർ പ്ലസ് 1 10 കിട്ടും. ഇനി എഫ് ഓഫ് എക്സ് വൺ എന്ന് വെച്ചാൽ എഫ് ഓഫ് 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് 1 ആയ 25 പ്ലസ് 1 ആയ 26. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വൺ ബൈ എഫ് ഓഫ് എക്സ് ബൈ എക്സ് വൺ മൈനസ് എക്സ് നോട്ടാണ്. വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 8 എന്ന ആൻസർ കിട്ടും. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആകുമ്പോൾ അതിന് ലിമിറ്റ് -4 അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -4 ഒക്കെ ഇട്ട് കൊടുത്ത് ചെയ്യും. ഇനി ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് വെച്ചാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ എച്ച് ആണ്. ഡിഫറൻഷ്യബിലിറ്റി ഫെയിൽ ചെയ്യുന്നത് ഒന്നുകിൽ കോർണർ പോയിന്റിൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ടാൻജൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ. ഈ കോർണർ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ വി ഷേപ്പ്ഡില്ലേ, അതൊക്കെയാണ് കൂർത്തിരിക്കുന്നിടത്ത്. മോഡക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം വി ഷേപ്പാണ്, കൂർത്തിരിക്കുന്നത് എവിടെ 0-ൽ. അതുകൊണ്ട് 0 ഡിഫറൻഷ്യബിൾ അല്ല. ഇപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആ സാധനമില്ലേ അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് നോട്ടിൻ്റെ അവിടെ 0 ഇട്ട് കൊടുത്ത്. അപ്പം മോഡച്ച് ബൈ എച്ചിൻ്റെ ലിമിറ്റ് അവിടെ നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും 2 ഡിഫറൻ്റ് ആവും. ഒന്ന് -1 ഒന്ന് +1 കിട്ടും. അപ്പോൾ 2 ലിമിറ്റ് ഡിഫറൻ്റ് ആയതുകൊണ്ട് ആ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അതായത് ഡിഫറൻഷ്യബിൾ അല്ല. ഇനി ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും.
തിരിച്ച് ശരിയാകണമെന്നില്ല. കാരണം മോഡ് എക്സ് കണ്ടിന്യൂസ് അറ്റ് 0 ആണ്, പക്ഷേ ഡിഫറൻഷ്യബിൾ അറ്റ് 0 അല്ല. ഇനി ഡെറിവേറ്റീവ് നമ്മൾ പലതായിട്ട് dy ബൈ ഡി എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ്, ഡി എക്സ്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നമുക്കത് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം. അവിടെ കോൺസ്റ്റൻറ്റ് റൂള്, എക്സ്റ്റെൻഡഡ് പവർ റൂളുണ്ട്, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളുണ്ട്, അഡീഷൻ റൂള്, സബ്ട്രാക്ഷൻ റൂള്, പിന്നെ ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ലൈൻ എന്ന് വെച്ചാൽ സ്ലോപ്പ് 0 ആകുന്ന പോയിന്റ്, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, രണ്ട് ഇമ്പോർട്ടൻറ്റ് ലിമിറ്റാണ്. പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സും കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സും ആണ്. പിന്നെ നമ്മൾ ചേഞ്ച് റൂളും എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പഠിക്കുന്നുണ്ട്. എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഫോം എന്ന് വെച്ചാൽ y ഈക്വൽ എഫ് ഓഫ് എക്സ് ആണ്. ഇനി ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആണ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് ആകുമ്പോൾ y ഈക്വൽ എഫ് ഓഫ് എക്സ്. പിന്നെ ലിമിറ്റിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. എക്സ്പോണൻഷ്യൽ വരുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 1 + 1/x ദ ഹോൾ റൈസ് ടു എക്സ്, ആ ലിമിറ്റാണ് ഇ എന്ന് പറയുന്നത് കേട്ടോ. എക്സ്പോണൻഷ്യൽ ലോഗരിതം ഫംഗ്ഷൻ ഉണ്ട്, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സുകളാണ്. അതായത് എക്സ് ഈക്വൽ ടു ബി റൈസ് ടു വൈ ആണെങ്കിൽ നമ്മൾ y ഈക്വൽ ലോഗ് എക്സ് ടു ദ ബേസ് ബി എന്ന് വിളിക്കും കേട്ടോ. പിന്നെ ലോഗ് എ സി എന്ന് വെച്ചാൽ ലോഗ് എ പ്ലസ് ലോഗ് സി ആണ്. ലോഗ് എ ബൈ സി എന്ന് വെച്ചാൽ ലോഗ് എ മൈനസ് ലോഗ് സി ആണ്. ലോഗ് എ റൈസ് ടു എന്ന് വെച്ചാൽ എൻ ലോഗ് എ ആണ്. ഓക്കെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ 2 ഈക്വൽ ടു 1. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 2. ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് വെച്ചാൽ 1 ബൈ ഇ റൈസ് ടു എക്സ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടും. അവിടെ നമ്മൾ ഇ റൈസ് ടു എക്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ആൻസർ 1 ± √2 ആണ്. അപ്പോൾ എക്സ് കിട്ടാൻ വേണ്ടി ലോഗ് ചെയ്യും. ലോഗിനകത്ത് പോസിറ്റീവ് എടുക്കത്തുള്ളൂ, അതുകൊണ്ട് 1 - √2 അവോയ്ഡ് ചെയ്യും. അപ്പം 1 + √2ൻ്റെ ലോഗ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. നാച്ചുറൽ ലോഗരിതമാണ് ln, അല്ലാത്ത ലോഗരിതമാണ് LOG. ഇത് തമ്മിലുള്ള റിലേഷൻ പഠിച്ചോണം. LOG എക്സ് ടു ദ ബേസ് ബി എന്ന് പറയുന്നത് ln x ബൈ ln b ആണ്. അത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ മുമ്പേ കണ്ടതാണ് ഒരു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n × x റൈസ് ടു n-1 ആണ്. അതാണ് പവർ റൂള്. ഇനി എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, x² ഡെറിവേറ്റീവ് 2x ആണ്. അങ്ങനെ √x-ൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. ഇനി ആ n ആയിട്ട് റാഷണൽ നമ്പർ വരുവാണെങ്കിൽ എക്സ് റൈസ് ടു ആറിൻ്റെ ഡെറിവേറ്റീവ് r × x റൈസ് ടു r-1 ആണ്. അതാണ് എക്സ്റ്റെൻഡഡ് പവർ റൂള്. കോൺസ്റ്റൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ വെളിയെടുക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളുണ്ട്. പിന്നെ സം ആൻഡ് ഡിഫറൻസ് റൂളുണ്ട്. സമ്മിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവിൻ്റെ സമ്മ്, ഡിഫറൻസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഡെറിവേറ്റീവിൻ്റെ ഡിഫറൻസ്. അങ്ങനെ പിന്നെ ഒരു ക്വസ്റ്റ്യന് y എന്ന് പറയുന്നത് 3x റൈസ് ടു 8 മൈനസ് 2x റൈസ് ടു 5 പ്ലസ് 6x പ്ലസ് 1. അതിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ 3 × 8 × x റൈസ് ടു 7, അതാണ് 24x റൈസ് ടു 7, മൈനസ് 2 × 5x റൈസ് ടു 4, അതാണ് 10x റൈസ് ടു 4, പ്ലസ് 6. ഇനി അറ്റ് വാട്ട് പോയിന്റ്സ് ഡസ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ x³ മൈനസ് 3x പ്ലസ് 4 ഹാവ് എ ഹൊറിസോണ്ടൽ ടാൻജൻറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് ലൈൻ എന്ന് വെച്ചാൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കും, അത് ഈക്വൽ ടു 0. അപ്പോൾ 3x² മൈനസ് 3 ഈക്വൽ ടു 0. അപ്പോൾ 3 × x² മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ x² മൈനസ് 1 0 ആകുമ്പോൾ x ഈക്വൽ +or -1. അപ്പോൾ x 1 ആകുമ്പോൾ y എന്തോ കിട്ടും, x -1 ആകുമ്പോൾ y എന്തോ കിട്ടും. അതാണ് നമ്മുടെ പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ഫ്രം ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് ദ ടാൻജൻറ്റ് ലൈൻ ടു ദ കർവ് y ഈക്വൽ 5x റൈസ് ടു -1 മൈനസ് 1/5x അറ്റ് ദ പോയിന്റ് 5 0. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ടാൻജൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഡെറിവേറ്റീവ് സ്ലോപ്പ് ഒക്കെയാണെന്ന് ഓർക്കുക. അപ്പോൾ y ഡാഷ് ഓഫ് എക്സ്, y തന്നിട്ടുണ്ട്, y ഡാഷ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് അറ്റ് ദ പോയിൻ്റ് ആണ്. അപ്പോൾ y ഡാഷ് ഓഫ് 5 കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ
നമ്മൾ ആദ്യം കണ്ടല്ലോ, അതിനകത്ത് ഇട്ട് കൊടുത്തു. ആ ഫോമിനകത്ത് y ഇൻ്റർസെപ്റ്റ് y = mx + c നോക്കുമ്പോൾ y ഇൻ്റർസെപ്റ്റ് c എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഇവിടുന്ന് 2 ദൂരം, ഇവിടുന്ന് 5 ദൂരം. അപ്പം നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ RPH വെച്ച് നമ്മൾ ചെയ്യും. പിന്നെ ഡെറിവേറ്റീവ് f" ഒക്കെ ചെയ്യുന്നതും ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാണ്. f⁴ എന്നല്ല എഴുതുന്നത്, f ബ്രാക്കറ്റിനകത്ത് ⁴ എന്നാണ് ഫോർത്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, y എന്ന് പറയുന്നത് 5x² - 4x + 7 ആണെങ്കിൽ y" കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ, ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനും എളുപ്പമാണ്. f' എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ 4f(x) + x³ അതിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിന്റ് x = 2 കണ്ടുപിടിക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 4 × f'(x) + 3x² ആണ്. അവിടെ നമ്മൾ അറ്റ് ദ പോയിന്റ് 2 ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രോഡക്റ്റ് റൂള് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. കോഷ്യൻ റൂൾ എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഈസിയാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എസ് എന്ന് പറയുന്നത് 1 + t × √t ആണെങ്കിൽ ds/dt കണ്ടുപിടിക്കുക. ഇപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഇൻറ്റു, ഇപ്പോൾ 1 + t ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, √t ഡെറിവേറ്റീവ് 1/2 പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അങ്ങനെ ചെയ്യുക. ഇവിടെ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അടുത്ത കോഷ്യൻ റൂൾ വെച്ച് ചെയ്യുന്നതാണ്. f(x) ഒരു കോഷ്യൻ്റ് ആണ്. x² - 1/x⁴ + 1. ഫൈൻഡ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻറ്റ്. ഇപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് = 0. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടുവാണെങ്കിൽ ന്യൂമറേറ്റർ 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ ചെയ്തേക്കുവാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x, cos x-ൻ്റെ -sin x ആണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, y എന്ന് പറയുന്നത് x sin x ആണെങ്കിൽ dy/dx ഫസ്റ്റ് ഇൻറ്റു x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് cos x പ്ലസ് സെക്കൻഡ് ഇൻറ്റു sin x പ്ലസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു 1. അപ്പോൾ അങ്ങനെയാണ് അത് കിട്ടുന്നത്. ഒരു ക്വസ്റ്റ്യനൂടെ y എന്ന് പറയുന്നത് sin x/1 പ്ലസ് cos x ആണെങ്കിൽ dy/dx കണ്ടുപിടിക്കാം. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ആ രീതിയിൽ അവിടെ ചെയ്തേക്കുന്നത്. sin² x + cos² x 1 ആണ്. അപ്പോൾ മേളിൽ 1 + cos x ഉണ്ട്, താഴെ 1 + cos x ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഓരോന്ന് വെട്ടിക്കളയുമ്പോൾ ഇങ്ങനെ കിട്ടും. tan x-ൻ്റെ ഡെറിവേറ്റീവ് sec² x ആണ്. cot x-ൻ്റെ -cosec² x ആണ്. cosec-ൻ്റെ -cosec x cot x ആണ്. sec-ൻ്റെ sec x tan x ആണ്. അടുത്ത പൈ എന്ന് പറയുന്നത് sin x ഇൻറ്റു cos x ആണെങ്കിൽ ഡെറിവേറ്റീവ്, അവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. cos² x - sin² എന്ന് വെച്ച് നമുക്കറിയാം cos 2x ആണ്. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, f(x) എന്ന് പറയുന്നത് sec x ആണെങ്കിൽ f'' π/4. sec x-ന് ഡെറിവേറ്റീവ് sec x tan x ആണ്. വീണ്ടും അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് അതിനകത്ത് π/4 ഇട്ട് കൊടുത്തു. cos π/4 cos 45. sec എന്ന് വെച്ചാൽ 1/cos ആണ്. അപ്പം sec 45 എന്ന് വെച്ചാൽ 1/cos 45 ആണ്. ആ രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത്. പ്രൂവ് ദാറ്റ് y = a sin x + b cos x is a solution of y"' + y. അപ്പോൾ ആദ്യം y എഴുതുക, y' കണ്ടുപിടിക്കുക, y" കണ്ടുപിടിക്കുക. അവിടെ മൈനസ് കോമൺ എടുക്കുമ്പോൾ അത് y തന്നെയാണ്. അങ്ങനെയാണ് y' + y = 0 എന്ന് കിട്ടുന്നത്. അടുത്തത് ചെയിൻ റൂളാണ്. ചെയിൻ റൂള് y = f(g) ആണ്. g(x) u ആണെങ്കിൽ നമുക്ക് y-യെ നമുക്ക് f(u) എന്ന് വിളിക്കാം. അതേപോലെ തന്നെ dy/dx-നെ നമുക്ക് dy/du ഇൻറ്റു du/dx എന്ന് വിളിക്കാം. f(g)ൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ f'(gx) ഇൻറ്റു g'(x) ആണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ അത് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. y എന്ന് പറയുന്നത് cos x³ ആണെങ്കിൽ dy/dx. അപ്പോൾ കോസിൻ്റെ മൈനസ് സൈൻ, അപ്പോൾ -x sin x³ ഇൻറ്റു 3x². കണ്ടോ? ഇനി w എന്ന് പറയുന്നത് tan x, x എന്ന് വെച്ചാൽ 4t³ + t ആണ്. അങ്ങനെയാണ് dw/dt. അപ്പം w നമുക്കറിയാം dw/dx
എക്സ് നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി. ഇനി ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് ചോദിച്ചേക്കുന്നത്. അതെന്ന് വെച്ചാൽ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അത് തന്നേക്കുന്നത് കിട്ടിയതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ടാൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 ടാൻ എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്. ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അത് ചെയ്ത് പഠിക്കണം. റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ്. റൂട്ടിൻ്റെ 1/2 റൂട്ടാണ്, എന്നിട്ട് അകത്തുള്ളതിൻ്റെ 3x², പിന്നെ കൊസീക്കിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. അതുപോലെ തന്നെ സൈൻ റൂട്ട് 1 പ്ലസ് കോസ് എക്സ്. ഇപ്പോൾ സൈനിൻ്റെ കോസ് എന്നറിയാം, അപ്പോൾ കോസ് അത്, പിന്നെ റൂട്ടിൻ്റെ 1/2 റൂട്ട്, പിന്നെ റൂട്ടിനകത്ത് വരുന്നതിൻ്റെ. അങ്ങനെയാണ് ചെയിൻ റൂളിൻ്റെ മീനിങ്. അത് തന്നെയാണ് അടുത്തത് ടാൻ x² + 1 sec² x² + 1 × 2x. ഇനി f ഡാഷ് ഓഫ് 0 2 ആണ്, g ഓഫ് 0 0 ആണ്, g ഡാഷ് ഓഫ് 0 3 ആണ്. അങ്ങനെയാണെങ്കിൽ f കോമ്പോസിഷൻ g ഡാഷ് ഓഫ് 0, f കോമ്പോസിഷൻ g ഡാഷ് ഓഫ് x എന്ന് വെച്ചാൽ ഇതാണ്. 0 ഇട്ട് കൊടുക്കും, എന്നിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കും. അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ x⁵5, g ഓഫ് എക്സ് എന്ന് വെച്ചാൽ 2x - 3 ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ g ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ g ഡാഷ് ഓഫ് എക്സ്, കോമ്പോസിഷൻ g ഓഫ് എക്സ് എഫ് ഓഫ് g ഓഫ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് 2x - 3 ആണ്. എക്സ് ആണെങ്കിൽ x⁵5, അപ്പോൾ ഈ തന്നേക്കുന്ന ഇത് ⁵5. എഫ് ഡബിൾ ഡാഷിൻ്റെ അതുപോലെ ചെയിൻ റൂൾ വെച്ച് ചെയ്യുകയാണ്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനോട് അവിടെ പഠിക്കുകയാണ്. നമ്മൾ ഇംപ്ലിസിറ്റ് ഫോം എക്സ്പ്ലിസിറ്റ് ഫോം മുമ്പേ കണ്ടു. അവിടെ ഫോളോയിങ് ഓഫ് ഡെസ്കാർട്ടേഴ്സ് അതിൻ്റെ ഇക്വേഷൻ പഠിച്ചോണം. x³ + y³ = 3xy ആണ്. അവിടെ xy = 1. അത് ഇംപ്ലിസിറ്റ് രീതിയിൽ എക്സ്പ്ലിസിറ്റ് രീതിയിൽ എങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്യാമെന്ന് അവിടെ ചെയ്ത്. അപ്പോൾ xy = 1. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് = 1ൻ്റെ ഡെറിവേറ്റീവ് ആയ 0. അപ്പോൾ xy' + y = 0, xy' = -y. അപ്പോൾ y' എന്ന് വെച്ചാൽ -y/x. പക്ഷേ y എന്തുവാ? y എന്ന് വെച്ചാൽ 1/x ആണ്. അത് ഇട്ട് കൊടുത്തു. അല്ലാതെ നമുക്ക് xy = 1നെ y = 1/x എന്ന് കൊടുത്തിട്ട് ആ രീതിയിൽ ചെയ്യും. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ വഴി ഇത് കണ്ടുപിടിക്കാം. 5y² + sin y - x². അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ വഴി d²y/dx² കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കും, വീണ്ടും അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. എന്നിട്ട് ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആൻസറിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ എഴുതും. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനാണ് y² - x + 1 = 0. അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഒക്കെ ചെയ്ത് y' അറ്റ് ദ പോയിന്റ് 2 - 1 2 1 ഒക്കെ കണ്ടുപിടിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. ഫോളോയിങ് ഓഫ് ഡെസ്കാർട്ടേഴ്സ് x³ + y³ = 3xy. അതിൻ്റെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എഴുതാനും ഇക്വേഷൻ ഫോർ ടാൻജൻ്റ് ലൈൻ അറ്റ് ദ പോയിന്റ് കണ്ടുപിടിക്കാനും ഫസ്റ്റ് ക്വാഡ്രൻ്റ് എവിടെയാണ് ഹൊറിസോണ്ടൽ, അതാണ് വിശദമായിട്ട് ഇവിടെ എഴുതിയേക്കുന്നത്. മുമ്പ് ഇതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞതാണ്. ഇനി y + sin y x ആണെങ്കിൽ y'. ഇപ്പം പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ? ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച ഒരുപാട് പ്രോബ്ലംസ് ട്രൈ ചെയ്യണം. ലിമിറ്റ് കണ്ടുപിടിക്കാനും ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കാനും കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യനും മോഡക്സിൻ്റെ കാര്യം, മോഡക്സ് ഡിഫറൻഷ്യബിൾ ആണോ കണ്ടിന്യൂസ് ആണോ, ആ കാര്യങ്ങളും ഒക്കെ പഠിക്കാം.